ഹായ്, ഇന്ന് നമുക്ക് സദ്യയിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ സൂചി ഗോതമ്പാണ് എടുക്കുന്നത്. സാമ്പാർ ബ്രോക്കൺ വീറ്റ് ആണ്. ഞാനിപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ എടുക്കുമ്പോൾ 200 ഗ്രാം ഉണ്ടാകും. അപ്പോൾ ഗോതമ്പ് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇനി ഇത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. വേവിക്കുമ്പോൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് മുടിയുടെ അടിയിലൊക്കെ ഒന്ന് നെയ്യ് പുരട്ടിയാൽ മതി. ഇത് മീഡിയം ഫ്ലെയിമിൽ 4 വിസിലിൽ വേവിച്ചെടുക്കണം. ഗോതമ്പ് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് പായസത്തിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. 2 ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം നല്ല ചെറുതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചിരകിയെടുക്കാം. ഇനി ചിരകിയ തേങ്ങ മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയിട്ട് തേങ്ങാപ്പാൽ എടുക്കണം. ആദ്യം തേങ്ങ അരയാൻ മാത്രമുള്ള വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള 1-ാം പാൽ എടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്താൽ മതി. പിന്നെ ഇതേ തേങ്ങയിലേക്ക് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് 2-ാം പാലും എടുക്കണം. 2-ാം പാലിൽ തന്നെ മാക്സിമം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. നമ്മളിതിൽ വേറെ 3-ാം പാലായിട്ട് എടുക്കണില്ല. 1 കപ്പ് 1-ാം പാലും 3.5 കപ്പ് 2-ാം പാലുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം. 200 ഗ്രാം ഗോതമ്പിന് ഇരട്ടി അളവിലാണ് ശർക്കര എടുക്കുക. 400 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. എന്നാലും ഒരു 350 ഗ്രാമിൽ തന്നെ പാകത്തിന് മധുരം കിട്ടാറുണ്ട്. ശർക്കര ഉരുക്കാനായിട്ട് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിന് പാനി പോലെ അല്പം കൂടുതൽ വേണം. ഇപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. 4 വിസിൽ വന്ന് പ്രഷർ ഫുള്ള് മാറിയിട്ടാണ് തുറന്നത്. ഗോതമ്പൊക്കെ നന്നായി വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. കുറേ സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് മിക്സ് ആയാൽ മതി. നെയ്യ് എല്ലാ ഭാഗത്തും ആവണം. അധികം വെള്ളം ഉണ്ടെങ്കിൽ അതും മാറണം. മിക്സ് ആയ ശേഷം ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കാമേ. ഇനി ഈ ഗോതമ്പ് ശർക്കരപ്പാനിയിൽ തിളച്ച് വരട്ടെ. ഗോതമ്പിൽ ശർക്കര പിടിച്ച് അതിൻ്റെ കളറൊക്കെ മാറും. ശർക്കര ചേർത്ത ശേഷം ഗോതമ്പ് വേവില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഗോതമ്പ് വെന്ത് ഉള്ളൊക്കെ സോഫ്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ശർക്കരപ്പാനിയിൽ തിളച്ച് കുറുകി വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കുറുകാൻ തുടങ്ങുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതുപോലെ ശർക്കരയൊക്കെ പിടിച്ചു വരണം. ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് എടുത്തു വെച്ചാൽ 3.5 കപ്പ് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ചേർക്കാൻ. ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. തേങ്ങാപ്പാൽ തിളയ്ക്കുന്നത് വരെ കൈയെടുക്കാതെ മിക്സ് ചെയ്യണം. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം തിളയ്ക്കട്ടെ. അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് ഈ ഒരു പാകത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 1-ാം പാല് ചേർക്കുന്നതിന് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ള് ചുക്കുപൊടിയും കൂടെ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ ഒരു പാകത്തിലായിട്ടാണ് 1-ാം പാല് ചേർക്കുന്നത്. 1 കപ്പ് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും കുറവിലായിരിക്കണം. കൈയെടുക്കാതെ മിക്സ് ചെയ്യണം. ഇത് നമ്മളിനി തിളപ്പിക്കേണ്ട, നല്ലപോലെ ചൂടായാൽ മതി. പായസം ചൂട് തണിയുമ്പോൾ ഒന്നുകൂടെ കുറുകും കേട്ടോ. ഈ ഒരു രീതിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു പാത്രത്തിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും വറുത്തുമൊക്കെ ചേർക്കാം. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. അണ്ടിപ്പരിപ്പ് കളറ് മാറുമ്പോൾ ഉണക്കമുന്തിരിയും ചേർക്കാം. രണ്ടും ഇളം ബ്രൗൺ കളറിലേക്ക് വറുത്തെടുക്കണം. ഇത് നമുക്ക് ഗോതമ്പ് പായസത്തിലേക്ക് ചേർക്കാം. ലാസ്റ്റ് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണസദ്യക്കായാലും അല്ലാതെ ആയാലും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പായസമാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്